ഗുഡ് മോർണിംഗ്. ഇതൊരു വീക്കെൻഡ് മോർണിംഗ് വ്ലോഗാണ്. ഇന്നലൊരു മീറ്റർ ഷവർ കാണാതിരുന്നിട്ട് കിടന്നത് കുറച്ച് ലേറ്റായി. അതുകൊണ്ട് തന്നെ ഇന്ന് എണീറ്റപ്പോഴും കുറച്ച് ലേറ്റായി. ബൈ കഴുത്തൊടിഞ്ഞല്ലാണ്ട് മീറ്ററൊന്നും കണ്ടില്ല കേട്ടോ. ഇന്നും നാളെ ആയിട്ടും മീറ്റർ ഷവർ കാണാനാകുമെന്നാണ് പറയുന്നത്. ഇഫ് ഐ എം കറക്റ്റ് ഇറ്റ്സ് ഫ്രം 2 AM to 4 AM ഐ ഗെസ്. സോ ആദ്യം തന്നെ ഐ മേക്ക് മൈ ബെഡ്. എത്ര റൂം അലങ്കോലായാലും ഐ മേക്ക് ഷുവർ ദാറ്റ് മൈ ബെഡ് ഇസ് നീറ്റ്. അത് കഴിഞ്ഞ് ഐ വാഷ് മൈ ഫേസ്, ബ്രഷ്. The next thing I did was clean my table. ടേബിളിൽ ഇരുന്ന് പഠിക്കാൻ ഉപയോഗിക്കാത്ത എല്ലാ കാര്യങ്ങളും ഞാൻ ഒരുവിധം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചു. ഞാൻ ഇങ്ങനെ 5 minutes ക്രാഫ്റ്റിൽ ഇങ്ങനൊരു വീഡിയോ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഷുഗർ നമ്മൾ വാട്ടറിൽ ഇതാക്കിയിട്ട് മിക്സ് ആക്കിയിട്ട് ഫ്ലവേഴ്സ് വയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ലാസ്റ്റ് ചെയ്യും. സോ ഐ ജസ്റ്റ് ട്രൈഡ് ഇറ്റ്. എനിക്കറിയില്ല കേട്ടോ ഇത് വർക്കൗട്ട് ആവുമെന്ന്. ഞാൻ റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തതാണ്. നമ്മൾ രാവിലെ എണീറ്റിട്ട് നമ്മൾ ഗ്രേറ്റ്ഫുള്ളായ 3 കാര്യങ്ങൾ എഴുതണം. നമ്മൾ ഇന്നത്തെ ദിവസം നന്നാകാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം. അത് കഴിഞ്ഞ് നൈറ്റ് വന്നു കഴിഞ്ഞ് നമ്മളിതൊക്കെ ചെയ്തു, ഇന്നത്തെ ദിവസത്തിൽ എന്തൊക്കെ നടന്നു, അല്ലെങ്കിൽ ഇന്ന് എന്തായിരുന്നു ഇമ്പ്രൂവ് ആക്കാനുള്ള എന്നൊക്കെ ഉള്ളൊരു ബുക്കാണ്. ഇറ്റ്സ് ആക്ച്വലി ഗുഡ്. ഇന്ന് രാവിലത്തെ മെനുസ് പുട്ടും കടലയും. അല്ലെങ്കിൽ കടലയും പുട്ടും. പുട്ടും കടലയും ഒരു വല്ലാത്തൊരു വികാരമല്ലേ. ഞാൻ ആക്ച്വലി പുട്ടും കടലയും ഫാനാണോ എന്ന് ചോദിച്ചാൽ ആയിരുന്നില്ല. പക്ഷേ ഇപ്പം ആയി. ബിക്കോസ് എളുപ്പം ഉണ്ടാക്കാനും പറ്റും, അറ്റ് ദ സെയിം ടൈം നല്ല ടേസ്റ്റാണ്. എത്രയൊക്കെ ഞാൻ ഉണ്ടാക്കാൻ നോക്കിയാലും അമ്മ ഉണ്ടാക്കുന്ന ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ. അതല്ലെങ്കിൽ എല്ലാ ഫുഡും അങ്ങനെയാണല്ലോ. ഞങ്ങളുടെ വീട്ടിൽ പണ്ട് തൊട്ടേ ഉള്ളൊരു ശീലമാണ് വീക്കെൻഡിൽ മാത്രം കോഫി കുടിക്കൽ. അതായത് വീക്കെൻഡ് കുറച്ച് സ്പെഷ്യലായതുകൊണ്ട് വീക്കെൻഡിൽ നല്ല രീതിയിൽ കടുപ്പത്തിൽ കോഫിയൊക്കെ കുടിച്ച് പെതുക്കെ ഫുഡും കഴിച്ച് ഇങ്ങനെ ഇരിക്കാമെന്ന്. അപ്പോൾ ശരി, ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി കൂടുതൽ എന്ന് കഴിഞ്ഞാൽ ഉച്ചക്കലത്തെ വ്ളോഗ് കൂടി എടുക്കേണ്ടി വരും.